കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ക്ലാസ്സിൽ ദൈവത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒത്തിരി കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് ആരും പറയാൻ ശ്രമിക്കരുത്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ചാണ് ലാസ്റ്റ് 20-ാം നൂറ്റാണ്ടിലെ തിയോളജി പറഞ്ഞത്. നമ്മൾ എഴുതിയിട്ടുണ്ട് നിങ്ങളത്. അപ്പൊ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു മനോഭാവം തന്നെ ഉണ്ടായിരിക്കണം. അത് വലിയൊരു വിഷയമാണ്. ദൈവം ഇത്രയാണ്, ഇത്രയേ ഉള്ളൂ എന്ന് മനുഷ്യൻ പറയാൻ പാടില്ല, മനുഷ്യന് പറയാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിത്യനും അനന്തനും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തിന് ഒരു നിർവചനം കൊടുക്കാൻ ഭൂമിയിലോ ഈ സൃഷ്ടിയിലോ പ്രപഞ്ചത്തിലോ ആർക്കും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ്, ഭയത്തോടെ ദൈവത്തെക്കുറിച്ച് എനിക്ക് ഇത്രയും മനസ്സിലായുള്ളൂ എന്ന് വേണേൽ പറയാം. ഓക്കെ, ദൈവം ഇത്രയേ ഉള്ളൂ എന്ന് ഒരിക്കലും നിങ്ങൾ ആരോടും പറയരുത്. അതാണ് നമ്മുടെ പോളിസി. എനിക്ക് ഇത്രയും ദൈവത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നുള്ളൂ, ഇറ്റ്സ് ഓക്കെ. അത്രയായിരിക്കും ദൈവം വെളിപ്പെടുത്തി തന്നത്. പക്ഷെ ദൈവം ഇത്രയേ ഉള്ളൂ എന്ന് ഒരിക്കലും പറയരുത്. ഈ 4 കണ്ണുവെട്ടന്മാരെ ആനയെക്കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ പറയാറില്ല, നമുക്കറിയാവുന്ന ഒരു കഥയുണ്ടല്ലോ. അങ്ങനെ വരരുത്. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നിന്നും നമ്മൾ ഒരു ഭാഗം കൂടെ നിങ്ങൾ എഴുതേണ്ടതുണ്ട്, മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടെ ജസ്റ്റ് ഞാൻ പറയുന്നൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ദൈവത്തിന്റെ നാമങ്ങൾ, പേരുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ക്ലിയർ, ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്യണ്ട, നല്ല ക്ലിയർ ഓഫ് ചെയ്യണ്ട. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് ക്ലിയർ. ഓക്കെ. ശമരിയക്കാരി സ്ത്രീയോട് നോട്ട് എഴുതാനുള്ളതൊന്ന് ഇതൊന്ന് എഴുതിയെടുത്തോ കേട്ടോ, എന്നെങ്കിൽ അതിൽ പിന്നീട് നിങ്ങൾക്കൊന്നും മനസ്സിൽ നിന്ന് മറന്നു പോകാൻ ഇടവരരുത്. അതുകൊണ്ട് ഞാൻ അതെന്ന് പറയാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എഴുതി നിർത്തിയതിന്റെ അതിനോടുള്ള ബന്ധത്തിലാണ് കേട്ടോ. മറ്റൊരു ചിന്ത കൂടി ഇവിടെ ആവശ്യമാകുന്നു. ഇത് എഴുതിക്ക്. ദൈവം ശമര്യരുടെ ഗർസീം മലയിലോ, ദൈവം ശമര്യരുടെ ഗർസീം മലയിലോ യഹൂദന്മാരുടെ യെരുശലേമിലോ എവിടെ ആരാധിക്കപ്പെടണമെന്നുള്ള ഒരു സാധാരണക്കാരിയുടെ സംശയത്തിന് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ ശമരിയക്കാരി സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സ്ത്രീ ചോദിച്ച ചോദ്യമുണ്ട്. എന്താണ് സ്ത്രീ ചോദിച്ചത്? എവിടെയാണ് ഞാൻ ആരാധിക്കേണ്ടത്? ആ മലയിലോ ഈ മലയിലോ? ഗർസീം, ശമര്യര് ഗർസീം എന്ന് പറയുന്ന മലയിൽ ആരാധിക്കുന്നു, യഹൂദന്മാര് യെരുശലേമിൽ ആരാധിക്കുക. എന്നാൽ ഏതാണ് യഥാർത്ഥത്തിൽ ഞാൻ എവിടെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ഈ സംശയം അന്നത്തെ ആ ശമരിയക്കാരി സ്ത്രീക്ക് മാത്രമല്ല കേട്ടോ, ഇന്ന് അനേകർക്ക് ഈ സംശയമുണ്ട്. ഇപ്പോഴും ക്രിസ്ത്യൻസ് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ്, ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. എവിടെയാണ് ആരാധിക്കേണ്ടത്? ഏതാണ് യഥാർത്ഥ സഭ? ഏതാണ് യഥാർത്ഥ ആരാധനാ സ്ഥലം അല്ലെങ്കിൽ ആരാധനാ രീതി? ഇപ്പൊ നമ്മളിവിടെ പഠിച്ചാൽ ഓരോരുത്തർക്കും ഒരു ആരാധനാക്രമമുണ്ട്. ആരാധനാക്രമം എന്ന് പറയുമ്പോൾ വിവിധ സഭകൾക്ക്, കാത്തലിക്സിന് ഒരു ആരാധനാക്രമമുണ്ട്, യാക്കോബ്സിനുണ്ട്, CSI, മാർത്തോമ, പെന്തക്കോസ്തിനും ഒക്കെ ഒരു ആരാധനാക്രമമുണ്ട്. അപ്പൊ തന്നെ ഒരു സംശയവും ഇതിനകത്തുണ്ട്. ഇതിൽ ഏതാണ് ശരി? ശമര്യര് പറയുന്നു അവിടെ, യഹൂദന്മാർ പറയുന്നു ഇവിടെ. ഞാൻ എവിടെ ആരാധിക്കേണ്ടത്? ഈ സംശയം ഉള്ളവരൊക്കെ ചോദിക്കേണ്ടത് കർത്താവിനോടാണ്, വായിക്കേണ്ടത് വേദപുസ്തകമാണ്. കൃത്യമായ ഉത്തരം അതിന് കിട്ടും. അപ്പൊ അതിന് ഒരു മറുപടി കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ മറുപടി ദൈവം കൊടുത്തത് ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ എല്ലാത്തിനും കൂടെ ഒരു രത്ന ചുരുക്കമായിട്ടും കൂടെയാണ്. അതാണ് ആ മറുപടിക്കകത്ത് ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ ആരാധന, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ കർത്താവ് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാന്നുള്ളതാണ്. അപ്പൊ ആ ആരാധനയുടെ വിഷയത്തിൽ ഒരു ക്രമീകരണം വന്നാൽ ആ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സകല വിഷയത്തിനും ക്രമീകരണം വരും.
ദൈവഹിതപ്രകാരമുള്ള ഒരു ആരാധനയിടത്ത് എത്തുന്നത് വരെ ഈ വിവിധ വിഷയങ്ങളാൽ ഇവർ വലഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ആദ്യം ദിനം പ്രതി സഭയോട്, അത് ഏത് സഭയോടാന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒറ്റ സഭയേ ഉള്ളൂ, കർത്താവ് ചേർത്ത സഭയോട് ചേരണം, അവിടെ ആരാധിക്കണം. ദാറ്റ്സ് ഓൾ. അതാണ്. അതോടുകൂടി എല്ലാ വിഷയത്തിനും തീരുമാനം വരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഇങ്ങനെ ഉഴലുകയും വലയുകയും ഒക്കെ ചെയ്യുന്ന അനേക വ്യക്തിയോട് ചോദിച്ചാൽ അവരുടെ ഒന്നാമത്തെ പ്രശ്നം, ഇതുവരെ അവരുടെ ആരാധന ക്രമീകരണം വന്നിട്ടില്ല. അവർക്ക് ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. എവിടെയാ പോകേണ്ടത്, ആരാണ് വിളിക്കേണ്ടത്, അവര് വിളിച്ചു ഇവര് വിളിച്ചു. ഇത് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമാണ്. സോ അതുകൊണ്ട് ആ വിഷയത്തിൽ ക്രമീകരണം വന്നു. ഓക്കെ, നമുക്ക് എഴുതാം. 5 കാര്യങ്ങളാണ് ഈ വിഷയത്തിന്മേൽ ഉള്ളത്. അതിന്റെ ഒന്നാമത്തെ പോയിന്റ്, സ്ഥലകാലങ്ങളെ അവഗണിച്ചുകൊണ്ട് അവയ്ക്കെല്ലാം അതീതനായ ആത്മസ്വരൂപിയെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആത്മസ്വരൂപിയായ ദൈവം, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ഥലകാലങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിനും അതീതമായ, അതിനെല്ലാം മുകളിലായ ആത്മസ്വരൂപിയായ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഇതും ഓർത്തിരിക്കണം, വിശേഷം പറയുമ്പോഴൊക്കെ ആവശ്യമായിട്ട് വരും. ഏത് സ്ഥലത്ത് ആരാധിക്കുന്നു എന്നതിൽ ഒരിക്കലും ഒരു പ്രത്യേക അനുഗ്രഹം ക്രിസ്ത്യാനിറ്റിയോടുള്ള ബന്ധത്തിലില്ല, ക്രിസ്തു മാർഗത്തോടുള്ള ബന്ധത്തിലില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ട് ഒരു വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുകയില്ല. അപ്പം സ്ഥലകാലങ്ങൾക്ക് അതീതനായ ആത്മസ്വരൂപിയായ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിലൂടെ ദൈവം ചെയ്തിരിക്കുന്നത്, യേശു ചെയ്തത്, ആരാധനയുടെ വ്യവസ്ഥയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ആരാധിക്കുന്ന സ്ഥലത്തിന്റെ അവസ്ഥയല്ല വിഷയം, എങ്ങനെ ആരാധിക്കുന്നു എന്ന വ്യവസ്ഥയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇനി ഇതുകൊണ്ട് തന്നെയാണ് മറുരൂപമലയിൽ പത്രോസ് യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് മോശയ്ക്ക്. കർത്താവ് അത് പറഞ്ഞു കഴിഞ്ഞേച്ച് നോക്കുമ്പം അവിടെ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ. കർത്താവ് പറഞ്ഞു, ഈ ദർശനം കണ്ട കാര്യം പോലും ഇപ്പൊ നിങ്ങൾ ആരോടും പറയരുത്. എന്തായിരിക്കും അതിനൊരു കാരണം? പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ തിയോളജിയിൽ, എൻ്റെ ചിന്തയിൽ, ഈ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ മറുരൂപമായി എന്ന് പറഞ്ഞാൽ ഉടനെ ഇനി അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറും. ഇനി അന്ന് എങ്ങാനും പത്രോസ് ഒരു ചെറിയ കുടിലെങ്കിലും അവിടെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഇന്ന് അത് ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാകുകയും അനേകര് അവിടെ ചെല്ലുകയും അവിടുത്തെ മണ്ണോ വെള്ളമോ കല്ലോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വിറ്റ് കാശാക്കുകയും ചെയ്യും ഒരുപാട്. അപ്പൊ അങ്ങനെ ഒരു കുടില് പോലും പണിയാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവോടുള്ള ബന്ധത്തിൽ, കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതും അറിയിക്കേണ്ടതുമായ ഒരു സന്ദേശമാണ് ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്നുള്ള ചിന്ത നമുക്ക് വരരുത്. അത് ഈ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്തു മാർഗത്തോടുള്ള ബന്ധത്തിൽ അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. പാതാളത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയുണ്ട്, ഉഷസ്സിൽ ചിറക് ധരിച്ച് എന്നാൽ അവിടെയുണ്ട്. Our God is omnipresent, സർവവ്യാപിയായ ഒരു ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കേണ്ടത്, ആത്മസ്വരൂപിയായ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിലനിൽക്കുന്നത്, ജനത്തോട് പ്രബോധിപ്പിക്കേണ്ടത് വ്യവസ്ഥയാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. രണ്ടാമത്തെ പോയിന്റ് എഴുതി, ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പറയും. ഇത് നിങ്ങൾ
സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പാസ്റ്റേഴ്സൊക്കെ പ്രത്യേകിച്ചും കേട്ടോ വരുന്ന ഓരോരുത്തരെയും മനസ്സിലാക്കി കൊടുക്കണം. വ്യവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്യവസ്ഥയ്ക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾ യാഗമർപ്പിക്കാൻ നിൽക്കുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ ആ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ ആ വസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി എന്ത് ചെയ്യണം? നിരന്നുകൊള്ളണം. അപ്പൊ വ്യവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, കൊണ്ടുവരുന്നത് നീ അവിടെ വെക്കാനാ പറഞ്ഞത്. ദൈവത്തിന് അത് കൊടുക്കുന്നതിന് മുമ്പ് അതവിടെ വെക്ക. വസ്തുവിൽ പ്രസാദിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം, വ്യവസ്ഥയാണ്. മാനസാന്തരം വളരെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തൊക്കെ കിടക്കുന്നത് കേട്ടോ. ഞാൻ അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കുക, പറഞ്ഞല്ലോ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണല്ലോ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള എല്ലാവരും പ്രാപ്തരാണല്ലോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എഴുതി. ദൈവം പദാർത്ഥമല്ല, പദാർത്ഥമയനല്ല. ദൈവം പദാർത്ഥമയനല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലായ്മയോ ദ്രവത്തോ അവസ്ഥകൾക്കോ മാറ്റം വരുന്നില്ല. അതാണ് ഇവിടെ പദാർത്ഥമയനെന്നുണ്ട്. അതിന്റെ കൂടെ ബൈ ദ വേ ജോണി പാസ് പാർട്ടിസിപ്പൻസ് എത്ര പേരുണ്ട്? എനിക്ക് കിട്ടിയില്ല. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? 2-3 പേരെ. ഇന്ന് ഇല്ലാത്തത് വിവേക്, സ്ലീബ, മനോജ്, ഡേവിഡ്, അവര് 3 പേരില്ല. ഇല്ലെങ്കിൽ അവരോട് പറയണമെന്നൊന്ന് പറയണം കേട്ടോ. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? സ്ലീബ എന്നെ വിളിച്ചിരുന്നു. ആണോ? ഓക്കെ. ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അറ്റൻഡൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്. ദൈവം പദാർത്ഥമയനല്ല, എഴുതിയോ? ഓക്കെ, പദാർത്ഥമയനല്ല. മനുഷ്യന് കാണുവാനും തൊടുവാനും മണക്കുവാനും രുചിക്കുവാനും സാധിക്കാത്ത ആത്മസ്വരൂപിയാകുന്നു എന്നറിയുക. ആത്മസ്വരൂപിയാകുന്നുവെന്ന് അറിയിക്കുകയും കൂടെ ഒരു ഉദ്ദേശമാണ് ദൈവത്തിന്. നമ്മൾ അറിയണം. അപ്പൊ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം എന്നറിയിക്കുക. മനുഷ്യന് കാണാനും തൊടാനും മണക്കാനും രുചിക്കാനും എന്ന് വെച്ചാൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അത് പദാർത്ഥത്തെ അല്ല, അല്ലെങ്കിൽ ആളത്വത്തെ അല്ല, ദൈവത്തിന്റെ സ്വഭാവത്തെയാണ്. ഓക്കെ, രുചിച്ചറിയേണ്ടത് ദൈവം എത്ര നല്ലവനെന്നാണ്. അനുഭവിച്ചറിയാന്ന് പറയുന്നത് ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കഴിയുന്നവനല്ല എന്ന് അറിയിക്കുകയാണ് അതിന്റെ ഒരു ലക്ഷ്യം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്. ഒരിടത്തും ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല ദൈവം. ഒരിടത്തും ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല ദൈവം. ഓക്കെ, അവിടുന്ന് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുകയില്ലല്ലോ. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുകയില്ലല്ലോ, അല്ലെങ്കിൽ അടങ്ങുകയില്ല. അവിടുത്തെ അപരിമേയത്വം, ദൈവത്തിന്റെ അപരിമേയത്വം, ഇമ്മൻസിറ്റി, അതാണ് അപരിമേയത്വം. അളക്കുവാൻ പറ്റാത്ത അത്രയും വലിയവൻ മനുഷ്യർ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ദൈവത്തോട് ഉദ്ദേശിച്ചത് ശമരിയക്കാരി സ്ത്രീയോട് പറയുമ്പോൾ. നാലാമത്തെ പോയിന്റ്. എല്ലായിടത്തും ഒരേ സമയം സർവ സാന്നിധ്യം ഇടുവാൻ കഴിവുള്ളവനെന്ന് സൂചിപ്പിക്കുന്നു. എല്ലായിടത്തും ഒരേ സമയം സർവ സാന്നിധ്യം നൽകുവാൻ കഴിവുള്ളവനെന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല, ശമരിയയിലുമല്ല. അവര് ഗർസീം എന്നൊരു മലയിലായിരുന്നു, ഒരു പ്രത്യേക ഒരു സ്ഥലം.
അപ്പം ഇനി ഗർസീം എന്ന് പറയുന്ന മലയിൽ നിന്ന് കർത്താവായ യേശുവിനെ ആരാധിക്കുന്നതിൽ തെറ്റില്ല. അതുകൂടെ അറിഞ്ഞിരിക്കണം. യെരുശലേമിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, ബേപ്പൂര് പോയി ദൈവത്തെ ആരാധിക്കുന്നതിൽ തെറ്റില്ല. അത് കോഴിക്കോടാണേലും എറണാകുളത്താണേലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തിൽ എവിടെയാണേലും ആ സ്ഥലത്ത് പോയി ആരാധിക്കുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അവിടെ നിന്ന് ആരാധിച്ചാൽ ദൈവം കേൾക്കാൻ പറ്റുകയില്ല എന്നൊരവസ്ഥയില്ല. പക്ഷേ ആ സ്ഥലത്ത് നിന്ന് ആരാധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്നുള്ള ചിന്തയോ അവിടെ തന്നെ ആരാധിക്കണം എന്നുള്ള ചിന്തയോ നമ്മളെ ഭരിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് സ്ഥലകാലങ്ങൾക്കപ്പുറത്ത് അതീതനായ ആത്മസ്വരൂപിയായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന വ്യവസ്ഥയാണ് കർത്താവോടെ പഠിപ്പിച്ചത്. ഇത് ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തി തന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇനിയും പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ദൈവത്തെ കണ്ടു എന്നൊക്കെ ആവർത്തനം 4:11, 15 നിങ്ങളൊന്ന് എഴുതിക്കോ കേട്ടോ, പിന്നീട് നിങ്ങൾക്ക് ആവശ്യം. പുറപ്പാട് 24:10 ഒന്ന് വായിക്കാം. ആവർത്തനം 4:11, 15 എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. എന്താണ് വിഷയം? അങ്ങനെ നിങ്ങൾ അടുത്തു വന്നു, ആകാശം മുട്ടത്തീ കാളി കത്തിക്കൊണ്ട് നിന്നു. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ച നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ച നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും കടലിലോ കരയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഇതാണ് ആവർത്തനം 4:11, 15 പറയുന്നത്. ഇനി പുറപ്പാട് 24:10 വായിച്ചേ. അവിടെ ദൈവത്തെ കണ്ടു എന്നൊരു ഭാഗം. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവത്തെ അപ്പോൾ തന്നെ മറ്റൊരു വചനത്തിൽ ദൈവത്തെ ആർക്കും കാണാൻ കഴിയുകയില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ, ദൈവത്തെ ആർക്കും കാണാൻ കഴിയുകയില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു വിരോധാഭാസമായി തോന്നരുത്. അതുകൊണ്ടാണ് ഈ ഭാഗം കൂടെ ഞാനൊന്ന് പരാമർശിക്കുന്നത്. ഇവിടെ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് നിങ്ങൾക്കത് എഴുതണമെങ്കിൽ എഴുതാം, പിന്നീട് മറന്നു പോകുന്നുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് എഴുതിയേക്കാം. ഓക്കെ, കണ്ടു എന്ന് പറയുന്നത് പ്രത്യക്ഷതയുടെ ഒരു ദർശനമാണ്. പ്രത്യക്ഷതയുടെ ഒരു ദർശനമാണ്. നീ എന്റെ പിൻഭാഗം കാണും എന്ന് പറഞ്ഞത് പുറപ്പാട് പുസ്തകത്തിലുണ്ട് 33:23. നീ എന്റെ പിൻഭാഗം കാണുമെന്ന് മോശയോട് പറയുന്നു. അത് ഒരു രൂപം കാണും എന്നല്ല. ഇത് എബ്രായ ഭാഷയിൽ, എബ്രായ മൂലപ്രതിയിൽ അക്കോറെ, എബ്രായ ഭാഷയാണ്. ഞാൻ അക്കോറെ എന്ന് പറയും, ACHORA. നമ്മൾ ഇംഗ്ലീഷിൽ അത് പറയുന്നേ ഉള്ളൂ. അക്കോറെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിന് ചില ഇംഗ്ലീഷ് ബൈബിളിൽ ബാക്ക് പാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ തെറ്റുപറ്റിയേക്കുന്നത്. ഇംഗ്ലീഷ് പ്രയോഗത്തിൽ ബാക്ക് പാർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പിൻഭാഗം കാണും എന്നുള്ള ട്രാൻസ്ലേഷൻ വന്നത്. ഈ വലിയ കപ്പലൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പുറകിൽ വലിയൊരു ചുഴി കാണാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘമൂക്ക്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. മൃഗം പർവ്വതത്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു.
ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നുവെന്ന് മോശ പറയത്തക്കവണ്ണം ആ കാഴ്ച ഞാനും അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, മതി മ്യൂട്ട് ചെയ്തേരും, ഭയങ്കര ശബ്ദ തടസ്സം. ദൈവം ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായ തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ, പ്രതിഫലനങ്ങൾ, അതൊക്കെ മനസ്സിലാക്കാൻ. കാരണം നമുക്കറിയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ദൈവം ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും ആർക്കും കാണാൻ പറ്റില്ല. ആരും ഇന്നുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയുന്നത്. പിന്നെ ദൈവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവിൽ അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ ദൈവത്തെ കണ്ടു എന്നതിന്റെ ശരിയായ ഒരു വിവർത്തനം ഈ അക്കോറ എന്ന് പറയുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, ദൈവം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ്. അതുകൊണ്ടാണ് പാറപ്പിളർപ്പിൽ നിർത്തിയത്. ദൈവം കടന്നുപോയി കഴിഞ്ഞപ്പോൾ ദൈവമാണെന്നത് മനസ്സിലായി. ഒരു കാറ്റ് വന്നു കഴിയുമ്പോൾ കൊടുങ്കാറ്റ് വന്ന കൊടുങ്കാറ്റായിരുന്നു എന്ന് നമ്മൾ പറയുന്ന ആഫ്റ്റർ എഫക്റ്റിൽ നിന്നാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ദൈവത്തിന്റെ പേരുകൾ, നെയിംസ് ഓഫ് ഗോഡ് എന്ന വിഷയം പഠിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തേ, ഒന്ന് ശ്വാസം ഒന്ന് വലിച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് ശ്വാസം എല്ലാവരും ഒന്ന് വലിച്ചെടുത്ത് സാവകാശം. എന്നിട്ട് മെല്ലെ ശ്വാസം പുറത്തോട്ട് വിടുക. ഒരു മിനിറ്റ് ഒന്ന് റിലാക്സ്. മ്യൂട്ട് അത് മതി, മ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഒറ്റയായിട്ട് വിടുക, സാവകാശം ഇങ്ങനെ മെല്ലെ പുറത്തോട്ട് പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ നെയിംസ് ഓഫ് ഗോഡ് പഠിക്കാൻ പോകണം. ഹെഡിങ് എഴുതിക്കോ, നെയിംസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പേരുകൾ. ഓക്കെ, ഈ ദൈവിക വെളിപ്പാടിന്റെ ഒരു ഭാഗമാണ് ഈ ദൈവത്തിന്റെ പേരുകൾ. അത് ഓർത്തിരിക്കണം. മനുഷ്യൻ അത് സ്വതവേ ഗ്രഹിക്കാൻ പറ്റുന്നതല്ല. ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അപ്പൊ ദൈവത്തിന്റെ പേരുകൾ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ അറിയാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. അതാണ് ദൈവത്തിന്റെ പേരുകൾ. നിങ്ങൾക്കത് അങ്ങനെ തന്നെ നോട്ടിൽ എഴുതുന്നുണ്ടോ? ഈ ദൈവത്തിന് മനുഷ്യൻ പേരിടുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ദൈവത്തിനെ മനുഷ്യൻ പേരിടരുത്. മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന് പേരിടാൻ പറ്റിയല്ല. പിന്നെ എന്ത് ചെയ്യണം? ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തി തരുമ്പോൾ ഉപയോഗിച്ച പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് നോട്ടായിട്ട് ക്ലാസ് ആയിട്ടൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നോട്ട് പോലെ ഞാൻ പറഞ്ഞു തരും, എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഇത് പറഞ്ഞങ്ങ് വിടും. ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞോണം കേട്ടോ. യേശുവിന് പേര് തീരുമാനിച്ചത് ആരാന്നറിയാമോ? യേശുവിന് പേര് തീരുമാനിച്ചത് മേരിയും അല്ല, ജോസഫും അല്ല, സ്വർഗവാ തീരുമാനിച്ചത്. ദൂതൻ മുഖാന്തരം. സ്വർഗവാ തീരുമാനിച്ചത്. മത്തായിയുടെ സുവിശേഷം അത് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ, 1:21 വാക്യം. നീ അവന് യേശു എന്ന് പേരിടണം. ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം ദൈവം തന്റെ തീരുമാനം അറിയിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ, യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്ന പേരിടാൻ തീരുമാനിച്ചത്, യേശുവിന് പേരിട്ടത് മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മനുഷ്യൻ പേരിടരുത്, അങ്ങനെ ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു വേണം മക്കൾക്കൊക്കെ പേര് കണ്ടുപിടിച്ചിടാനായിട്ട്. സത്യത്തിൽ അതാണ് അതിന്റെ ശരി. ഇനി ദൈവത്തിന്റെ പേര്, യേശുവിന്റെ പേര് മാത്രമല്ല സ്വർഗം പറഞ്ഞേക്കുന്നത്, പിന്നെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്? സക്രിയാവിനോട് പറഞ്ഞു. യോഹന്നാൻ എന്ന് പേരിടണമെന്ന് തീരുമാനിച്ചത് സ്വർഗമാണ്. അവര് പറഞ്ഞു, അയ്യോ നിന്റെ ചാർച്ചക്കാരിൽ ആർക്കും ഇങ്ങനെ ഒരു പേരില്ലല്ലോ, പക്ഷെ യോഹന്നാൻ എന്ന് പേരിടണം, അത് ദൈവത്തിന്റെ തീരുമാനമാണ്.
യെശയ്യാവ് 8:1 യെശയ്യാവിനോട് പറഞ്ഞു, നിന്റെ മകന്, നിനക്കൊരു പുത്രൻ ജനിക്കും, നിന്റെ മകന് നീ മഹേർശലാൽ ഹാഷ്ബസ് എന്ന് പേരിടണം. അതാണ് ബൈബിളിലെ ഏറ്റവും വലിയ പേര്. ഇനി അപ്പൊ അതുകൊണ്ട് ദൈവിക പദ്ധതിയുള്ളവർക്കും ദൈവത്തിന്റെയൊക്കെ പേര് തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പോൾ തന്നെ നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മളെ കുറിച്ചൊക്കെയുള്ള പേര് ദൈവത്തിന് തീരുമാനിക്കാൻ ദൈവത്തിന്റെ വെക്കൽ ഒരു പേരുണ്ട്. പക്ഷെ ദൈവത്തിന് അവസരം കൊടുത്താലേ അത് പറ്റത്തുള്ളൂ. നമ്മളൊക്കെ തന്നെയാണല്ലോ പലപ്പോഴും പേരൊക്കെ കണ്ടുപിടിച്ചൊക്കെ ചെയ്യുന്നത്. ഈ ബൈബിളിലെ എല്ലാ പേരുകൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. അതാണ് അങ്ങനെ വരുന്നതിന്റെ കാരണം. എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഓക്കെ, എഴുതിക്കോ. അല്പായുസുള്ള മനുഷ്യൻ, ഭൂതകാല നിത്യതയെ പറ്റിയോ ഭാവികാല നിത്യതയെ പറ്റിയോ അറിവില്ലാത്ത മനുഷ്യൻ നിത്യനും അനന്തനുമായ ദൈവത്തെ പറ്റി പരിമിതമായി മാത്രമേ അറിയുന്നുള്ളൂ. ഒന്ന്, നമുക്ക് അല്പായുസാണ്. ഭൂതകാല നിത്യതയെ പറ്റി നമുക്കറിയത്തില്ല. നമ്മൾ എവിടെ ആയിരുന്നു എന്നതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. ഭാവികാല നിത്യതയെ കുറിച്ചും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വെറും അല്പായുസ് മാത്രമുള്ള ഈ മനുഷ്യൻ അനന്തനും നിത്യനുമായ ദൈവത്തെ പറ്റി നമുക്ക് വളരെ പരിമിതമായി മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പരിമിതമായ അറിവ് ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അനന്തനും നിത്യനുമായ ദൈവത്തിന് നമ്മൾ ഒരു പേരിട്ടാൽ പോലും ആ പേരും നമ്മുടെ അല്പ ആയുസിനോടുള്ള ബന്ധത്തിൽ മാത്രമുള്ളതായിരിക്കും. നമ്മുടെ ബുദ്ധി അത്രയല്ലേ നമുക്ക് കഴിവുള്ളൂ, നമുക്ക് അത്രയല്ലേ ബുദ്ധിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാൾക്ക് 1.6 ആണ് നമ്മുടെ ബ്രെയിനിന്റെ, തലച്ചോറിന്റെ തൂക്കം. അതും മണ്ണാണ്. മനുഷ്യൻ ഈ ഒരു ആയുസിൽ മനുഷ്യന്റെ ജീവൻ എവിടാന്ന് എങ്ങനെയാന്ന് ഇപ്പോഴും അവൻ അറിയത്തില്ല. അതിനെക്കുറിച്ച് പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. ജീവൻ രക്തത്തിലാന്ന് ബൈബിളിലുണ്ട്. അതല്ല, മനുഷ്യന്റെ ആത്മാവ്, ആയുസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനുഷ്യൻ ഇപ്പോഴും അറിയില്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ് നിത്യനും അനന്തനും മരണമില്ലാത്തവനും മാറ്റമില്ലാത്തവനുമായ ദൈവത്തിന് പേരിടുന്നത്? അപ്പൊ അതുകൊണ്ടാണ് നെയിംസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പേരുകൾ നാം പഠിക്കുന്നതിന്റെ, ദൈവം വെളിപ്പെടുത്തി തന്ന പേരുകൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യം. ഓക്കെ, അടുത്തത്. സത്യദൈവത്തെ പറ്റി എന്തെങ്കിലും അറിയുന്നുവെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തിയത് മാത്രമാണ്. സത്യദൈവത്തെ പറ്റി എന്തെങ്കിലും അറിയുന്നെങ്കിൽ ഇനി ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ പേരുകൾ അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ? സത്യദൈവത്തെ പറ്റി എന്തെങ്കിലും അറിയുന്നുവെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തി തന്നത് മാത്രമാണ്. സത്യദൈവത്തെ കുറിച്ച് എന്തെങ്കിലും മനുഷ്യർ പറയുന്നെങ്കിൽ സത്യത്തിൽ അത് ദൈവം വെളിപ്പെടുത്തി തന്നത് മാത്രമാണ്. ഇതൊക്കെ തിയോളജിയിൽ നമ്മൾ ശക്തമായിട്ട് പറയണം. ആൾക്കാർ വഴിതെറ്റുന്നതിന്റെ കാരണം അതാണ്, അഹങ്കാരികളാകുന്നതിന്റെ കാരണം അതാണ്. ഈ ദൈവത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചും പറഞ്ഞും പ്രസംഗിച്ചും അങ്ങ് പോവുകയാണ്. എന്തെങ്കിലും നമുക്കറിയുന്നുവെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തി തന്നത് മാത്രമാണ്. അത് ദൈവാത്മാവിന്റെ കാൽക്കീഴയിരുന്ന് പഠിക്കാൻ ശ്രമിച്ച് പറയണം. നീ ദൈവത്തിന്റെ പേര് ഉദ്ദേശമില്ലാത്തതോ അർത്ഥമില്ലാത്തതോ അല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ പേരുകൾ ഉദ്ദേശമില്ലാത്തതോ അർത്ഥമില്ലാത്തതോ അല്ല.
ഓക്കെ, നമ്മള് ഈ മനുഷ്യർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ ഇടുന്ന പേര് ചിലപ്പോൾ വൈരുദ്ധ്യമാകാറുണ്ട്. എന്താണത്? എങ്ങനെയാ വൈരുദ്ധ്യമാകുന്നേ? നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് പറഞ്ഞേ. ചിലപ്പോ പേര് വൈരുദ്ധ്യമാകും. സുശീല. ആ, സുശീല, അതാണ്. പിന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരുടെ പേര് പറയണ്ട കേട്ടോ. സൗമ്യ. സൗമ്യ എന്താണ്? ശാന്ത ടീച്ചർ എന്തോ പറയുന്നുണ്ട്. ആന്റി മ്യൂട്ടില്ല ഫോൺ. ശാന്ത ടീച്ചർ മ്യൂട്ട് മാറ്റ. ശാന്ത എന്ന് പറഞ്ഞാൽ ശാന്തമായിരിക്കണം, അതാണ്. ഓക്കെ. അംബുജാക്ഷി കേട്ടിട്ടുണ്ടോ? അംബുജാക്ഷി, അംബുജം പോലത്തെ. മീനാക്ഷി. കോങ്കണ്ണുള്ളതിന് മീനാക്ഷി അല്ല, അംബുജാക്ഷി. അംബുജത്തിന്റെ ഇതൾ പോലെ അക്ഷിയുള്ളവൾ. അതുപോലെ തന്നെ സുശീലൻ, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ അപ്പൊ പലപ്പോഴും വൈരുദ്ധ്യമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ദൈവത്തിന് ദൈവത്തിന്റെ പേരിൽ ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ടവും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദൈവം തന്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആണ് ദൈവം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പേരുകൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യവും ഗൗരവവും. ഓക്കെ, അപ്പൊ അത് നമ്മള് ഇനി ദൈവത്തിന് ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇനി പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ 1-2 കാര്യം നോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വിട്ടുപോകും. ദൈവത്തിന് പ്രധാനമായി 3 വിധ നാമങ്ങളാണ് ഉള്ളത്. എഴുതിക്കും. ദൈവത്തിന് പ്രധാനമായും 3 വിധ നാമങ്ങളാണ് ഉള്ളത്. ഒന്ന് സർവനാമങ്ങൾ. സർവനാമങ്ങൾ, പ്രോപ്പർ നെയിംസ്. രണ്ട്, വിശേഷ ലക്ഷണങ്ങൾ സ്ഫുരിക്കുന്ന നാമങ്ങൾ. വിശേഷ ലക്ഷണങ്ങൾ സ്ഫുരിക്കുന്ന നാമങ്ങൾ. essential names of attributes. Essential names of attributes. 3, വ്യക്തിനാമങ്ങൾ. Personal names. അപ്പോ ഒന്ന്, സർവനാമങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ദൈവത്തെ കുറിച്ച് പറയുന്ന കോമൺ ആയിട്ടുള്ള പല പേരുകളുണ്ട്. സർവനാമങ്ങൾ നമ്മളത് ഓരോന്നോരോന്ന് പഠിക്കും. ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ സ്ഫുരിക്കുന്ന സർവനാമങ്ങൾ എന്ന് പറഞ്ഞാൽ എസൻഷ്യൽ ആട്രിബ്യൂട്ട്സ്. അതെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഓരോ സ്വഭാവങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി ഓരോ സമയത്തും ദൈവം പ്രത്യക്ഷനായപ്പോൾ ദൈവത്തെ എങ്ങനെ അനുഭവിച്ചോ അതിനനുസരിച്ച് ദൈവം വെളിപ്പെടുത്തി തന്ന ചില നാമങ്ങളാണ്. ഓക്കെ, വിശേഷ ലക്ഷണങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ ഇനി എഴുതുമ്പോൾ. മൂന്നാമത്തത് പേഴ്സണൽ നെയിംസ്. എന്താണ് പേഴ്സണൽ നെയിംസ്? ദൈവത്തിന്റെ പേഴ്സണൽ നെയിംസ് അറിയാമെന്ന് പറഞ്ഞേ, മനസ്സിൽ വരുന്നത്. അഡോണായി അല്ല, അത് അഡോണായി എന്നുള്ളത് പേഴ്സണൽ നെയിം അല്ല. അത് നമ്മള് വിശേഷണ ലക്ഷണങ്ങളിലേക്ക് വരാം, സർവനാമങ്ങളിൽ വരാം എന്ന് പറഞ്ഞ ഇതേ ഉള്ളൂ. പേഴ്സണൽ നെയിം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പിടി കിട്ടും. സിമ്പിൾ. അല്ല, അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളിലേക്ക് വരാം. അതിൽ പേഴ്സണൽ നാമം എന്ന് പറയുന്നത് ചിന്തിച്ചത് നോക്കിയേ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. അതാണ് പേഴ്സണൽ നാമങ്ങൾ. പിതാവ് എന്നുള്ളത് പിതാവിന്റെ പേഴ്സണൽ ആയിട്ടുള്ള പേരാണ്.
സൺ, പുത്രൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന് മാത്രമുള്ള ആ പേഴ്സണൽ നെയിമാണ്. ഹോളി സ്പിരിറ്റ് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനുള്ള ആ പേഴ്സണൽ നെയിമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 നാമങ്ങളാണ്. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിക്കുകയാണ്. എഴുതിക്കും. 3 വിധ ചിന്തകൾ തരം തിരിച്ച് നമ്മൾ പഠിക്കുകയാണ്. 3 വിധ ചിന്തകൾ തരം തിരിച്ച് നാം ഇവിടെ പഠിക്കും. ഒന്ന്, തിരുനാമം സംബന്ധിച്ചുള്ള പൊതുവായ ചിന്തകൾ. തിരുനാമം സംബന്ധിച്ചുള്ള പൊതുചിന്തകൾ എന്ന് എഴുതിക്കുക, ചുരുക്കി എഴുതാം. തിരുനാമം സംബന്ധിച്ചുള്ള പൊതുചിന്തകൾ. 2, പഴയ നിയമ പേരുകൾ. 3, പുതിയ നിയമ പേരുകൾ. പഴയ നിയമ പേരുകൾ, പുതിയ നിയമ പേരുകൾ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരു പേര് പുതിയ നിയമത്തിൽ വന്നപ്പോൾ പേര് മാറ്റിയിട്ടു എന്നല്ല. പഴയ നിയമത്തിൽ താൻ തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ പേരുകളും, പുതിയ നിയമ വ്യവസ്ഥയിൽ കൃപായുഗത്തിൽ ദൈവം തന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന പേരുകളെന്നേ ഉള്ളൂ. ദൈവത്തിന് മാത്രമേ ഇങ്ങനെ വിവിധ പേരുകൾ ഉപയോഗിക്കാൻ പറ്റൂ. ആ പറയുന്നത് പോലെ തന്നെ ദൈവം ആണ് താൻ. ഓക്കെ, ഇനി അടുത്തത് എഴുതാനുള്ളത് ചെറിയ മനുഷ്യന് മനസ്സിലാകും വിധം. പേരുകളുടെ ഗൗരവമാണ് കേട്ടോ. ചെറിയ മനുഷ്യന് മനസ്സിലാകും വിധം വലിയ ദൈവം താണിറങ്ങി എന്നതാണ് പേരുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഒന്നുകൂടെ പറയാം. ചെറിയ മനുഷ്യന് മനസ്സിലാകുന്ന വിധം വലിയ ദൈവം താണിറങ്ങി എന്നതാണ് പേരുകളിൽ നിന്നും മനസ്സിലാകുന്നത്. വിവിധ പേരുകൾ അടുത്ത ചെറിയൊരു പാരഗ്രാഫായിട്ട് എഴുതുക. ചെറിയ പാരഗ്രാഫ്. വിവിധ പേരുകൾ പറയപ്പെടുന്നത് ദൈവിക സത്തയുടെ വിവിധ ശ്രേഷ്ഠതകൾ വെളിപ്പെടുത്തുന്നതിനാകുന്നു. അതും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. വിവിധ പേരുകൾ പറയപ്പെടുന്നത് ദൈവിക സത്തയുടെ വിവിധ ശ്രേഷ്ഠതകൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിവിധ പേരുകൾ പറയുന്നത് കേട്ടോ. നമുക്കൊക്കെ ഒരു പേര് തന്നെ മതി, അത് തന്നെ ധാരാളമാണ്. പ്രത്യേകിച്ച് നമുക്ക് വലിയ സത്തകളൊന്നും വെളിപ്പെടുത്താനൊന്നുമില്ല. നമ്മുടെ ആ പേരിനകത്ത് തന്നെ നമ്മളെല്ലാം ഉണ്ട്. പക്ഷെ ദൈവിക സത്തയുടെ വിവിധ ശ്രേഷ്ഠതകൾ വെളിപ്പെടുത്താൻ വേണ്ടി വിവിധ പേരുകൾ പറയുന്നുവെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. നാളെ വേറൊരാൾ നിങ്ങളുടെ ദൈവത്തിന് തന്നെ കുറെ നാമങ്ങൾ എന്ന് ചോദിച്ചാൽ പറയണം. ഒരു തിയോളജിക്കൽ സ്റ്റുഡൻസ് അതിനെ ആൻസർ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇത് എഴുതിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയാൽ നിങ്ങൾ മറന്നുപോകും, പിന്നീട് അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ ദൈവിക സത്തതയുടെ ശ്രേഷ്ഠതകൾ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം വിവിധ പേരുകൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, ഉപയോഗിക്കുന്നു. അത് അങ്ങനെ തന്നെ ആണ് താൻ. ഓക്കെ, ദൈവത്തെ അറിയുവാൻ മനുഷ്യന് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ അറിയുവാൻ മനുഷ്യന് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ അജ്ഞാനവാദത്തിലേക്ക് തിരിയുമ്പോഴും മറുവശത്ത് വിവിധ പേരുകളിലൂടെ അഗ്നോസ്റ്റിസം എന്ന് പറയും കേട്ടോ. അജ്ഞാനവാദം, അഗ്നോസിസ്റ്റം. അത് പലപ്പോഴും എന്താണ് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കേൾക്കാറൊക്കെ ഉണ്ട്. അജ്ഞാനവാദികളുടെ ഒരു
പ്രധാന ചിന്തയാണത്. അവർ പറയുന്നത് ദൈവത്തെ ഒരിക്കലും അറിയാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് അങ്ങനെ അതിലേക്ക് പോകുന്നത്. അറിയാൻ പറ്റാത്തൊരു ദൈവമാണ്. അങ്ങനെയല്ല. അജ്ഞാനവാദത്തിലേക്ക് തിരിയുമ്പോഴും വിവിധ പേരുകളിലൂടെ താൻ സമീപസ്ഥനാണെന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അജ്ഞാനവാദികള്, അഗ്നോസ്റ്റിസം, അവര് പറയുന്നത് ദൈവത്തെ അറിയാൻ പറ്റിയല്ലെന്ന് പറയുമ്പം വിവിധ പേരുകളിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പേരുകള് ദൈവം തരുമ്പോൾ തന്നെ അതേ സ്വഭാവം ദൈവത്തിൽ പ്രകടമാകുന്നു. അങ്ങനെ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട്, ദൈവത്തിന്റെ ആളത്വത്തെ അറിയാനായിട്ട്, വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റി നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി പഴയ നിയമത്തിലെ പേരുകളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പഴയ നിയമത്തിലെ പേരുകൾ, പഴയ നിയമ പേരുകൾ. പ്രധാനമായും 3 പേരുകളാണ് ദൈവത്തിന് പഴയ നിയമത്തിൽ പറഞ്ഞു കാണുന്നത്. പ്രധാനമായും 3 പേരുകളാണ് ദൈവത്തിന് പഴയ നിയമത്തിൽ പറഞ്ഞു കാണുന്നത്. എൽ, അതാണ് ഒന്ന്. എൽ അഥവാ ഏലോഹിം. ഇ എൽ എന്നിടുക കേട്ടോ, അതാണ് ഇ എൽ, അതാണ് എൽ. എൽ എന്ന് പറയും ഏലോഹിം. ELOHIM. എൽ എന്നാണ് പേര്, അഥവാ ഏലോഹിം. ഇതേ പറയാവുള്ളൂ. എൽ ഏലോഹിം എന്ന് പറയുന്നത് EL, എൽ അല്ലെങ്കിൽ അഥവാ ഏലോഹിം. ഓക്കെ. 2 അഡോണായി. 3 യാഹ്വേ അഥവാ യഹോവ. വായിക്കുമ്പോ ജഹോവ, JEHOVAH. യാഹ്വേ അഥവാ യഹോവ, ജഹോവ, JEHOVAH. അതുപോലെ അഡോണായി, ADONAI. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പറയപ്പെട്ട യാതൊരു പേരും ഒരിക്കലും ഒരു മനുഷ്യൻ എടുക്കരുത്, മനുഷ്യർക്കോ നമ്മുടെ മക്കൾക്കോ തലമുറക്കോ ഇടരുത്. ഇന്ന് അങ്ങനെ ഒരു തെറ്റായ പ്രവണത കാണുന്നുണ്ട്. അഡോണായി എന്നൊക്കെ പേരിടുന്ന മനുഷ്യരുണ്ട്, ഒരിക്കലും എടുക്കാൻ പാടില്ല. ദൈവയുടെ വെളിപ്പെടുത്തി തന്ന ഒറ്റ പേരും മനുഷ്യൻ ഉപയോഗിക്കരുത്. നമ്മളതിന് യോഗ്യനല്ല, അഡോണായി ആയിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം പേരുകൾ നമ്മുടെ അറിവിൽ ആരെങ്കിലും ചോദിച്ചാൽ അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്, തെറ്റാണ്. യാഹ്വേ എന്നുള്ള പേര് നമുക്ക് യഹോവയെ ആ പേരിൽ റെപ്രസെന്റ് ചെയ്യാം. യഹോവയെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം വെളിപ്പെടുത്തി തന്നേക്കുന്നത്. താങ്ക് യു. അത് നല്ലൊരു, ഈ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഏത് പേരും നിങ്ങൾക്ക് വിളിച്ച് ദൈവത്തോട് അഭിസംബോധന ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. അതിനുവേണ്ടി തന്നെയാണ് ദൈവം അത് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പം അതേ സ്വഭാവത്തിലൂടെ നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി തരും. അതിനു വേണ്ടിയാണ് ദൈവം ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടകരമാണ്. നിങ്ങൾ എലോഹിം അല്ലെങ്കിൽ എൽ, അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കുകയാണ്, സർവശക്തനായ ദൈവം. അപ്പം ആ നിലയിൽ തന്നെ ദൈവം വെളിപ്പെട്ടു വരും. അത് വെളിപ്പെട്ട് വരാൻ കഴിവുള്ളത് കൊണ്ട് ദൈവം അത് പറഞ്ഞു തന്നു. അങ്ങനെ തന്നെ വിളിക്കാം, അതിനകത്ത് ഒരു തെറ്റുമില്ല. ദൈവം വെളിപ്പെടുത്തി തന്ന ഏത് പേരും വിളിക്കാം. ഓക്കെ. യഹൂദന്മാര് എനിക്കൊന്ന് അഡോണായി എന്നാണല്ലോ യൂസ് ചെയ്യുന്നത്. ജ്യൂസ് അത് ഓരോ സാഹചര്യം വരുമ്പോഴാണ്. അഡോണായി എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഭർത്താവ് എന്നും കൂടെ ഉണ്ട്.
എല്ലാത്തിനും ഒരു കരുതുന്നൊക്കെ ദൈവം. അവര് ജഹോവ എന്നുള്ള പേര് പൊതുവെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യഹോവേ, യാഹ്വേ എന്നുള്ളത് ഒരു കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന യഹൂദന്മാര്. അഡോണായി എന്നുള്ളത്. ഇനി വേറൊരു കാര്യം, ഓരോ സന്ദർഭത്തിലാണ് ദൈവം ഈ പേര് വെളിപ്പെടുത്തുന്നത്. അതേ സന്ദർഭം വരുമ്പോൾ നമുക്ക് അതേ പേരിൽ ദൈവത്തെ വിളിക്കാം. അതാ നമുക്കത് കുറച്ചുകൂടെ ഈ പേരുകളും വിശേഷണ ലക്ഷണം കൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ നന്നായിട്ട് വ്യക്തമാകും. ഓക്കെ, നമ്മൾ അടുത്ത ഭാഗം ഒന്ന് എഴുതുകയാണ്. ഒരു ചെറിയൊരു പോയിന്റ്. പല പേരുകളിൽ അറിയപ്പെടുന്നത് കൊണ്ട് അറിയപ്പെടുന്നു എന്നതുകൊണ്ട് ബഹുത്വം സൂചിപ്പിക്കുകയല്ല, ബഹുവിധ വിശേഷ ലക്ഷണങ്ങൾ, ആട്രിബ്യൂട്ട്. പാസ്റ്ററിന്റെ മ്യൂട്ടായി. പാസ്റ്റർ മ്യൂട്ടില്ല. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇല്ല, പലവിധ പേരുകളിൽ അറിയപ്പെട്ടു എന്നതുകൊണ്ട് ബഹുത്വം സൂചിപ്പിക്കുകയല്ല. എന്ന് വെച്ചാൽ ദൈവം ബഹുവചനത്തിലോ അല്ലെങ്കിൽ പലരാണ് എന്ന് സൂചിപ്പിക്കുകയല്ല, ബഹുവിധ വിശേഷ ലക്ഷണങ്ങൾ ദൈവത്തിനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എഴുതിയോ അത്? ഒന്ന്, എൽ അഥവാ ഏലോഹീം അണ്ടർലൈൻ ചെയ്യുക. ശക്തിയുള്ള, ബലവാനായ എന്ന ആശയം. ശക്തിയുള്ള, ബലവാനായ എന്ന ആശയം. വാക്കിൽ ഉറച്ചു നിൽക്കുന്നവൻ, വിശേഷാൽ വിശ്വസ്തൻ. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നതാണ്. വാക്ക് മാറിയല്ല ദൈവം. അതാണ് വാക്കിൽ ഉറച്ചു നിൽക്കുന്നവൻ, വിശേഷ വിശ്വസ്തൻ. അതാണ് അതിന്റെ അർത്ഥം. എബ്രായ പഴയ നിയമത്തിൽ ഏലോഹീം എന്ന പദം 2570 പരം പ്രാവശ്യം കാണുന്നു. ഇംഗ്ലീഷിൽ ഗോഡ്, GOD, ഗോഡ് എന്നും ഗ്രീക്ക് വിവർത്തനത്തിൽ തിയോസ് എന്നും പറയുന്നു. THEOS, തിയോസ് ആണ് ഈ ഏലോഹീം. 2, അഡോണായി. വിധിക്കുക അല്ലെങ്കിൽ ഭരിക്കുക എന്നർത്ഥം. ദൈവം എല്ലാവരെയും ഭരിക്കുന്നവൻ എന്ന ആശയത്തെ കാണിക്കുന്നു. എല്ലാവരെയും ഭരിക്കുന്ന ആശയത്തെ കാണിക്കുന്നു. 3, യഹോവ അല്ലെങ്കിൽ ജഹോവ.
ഇംഗ്ലീഷിൽ ദ ലോർഡ്, ഇംഗ്ലീഷിൽ ദ ലോർഡ് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന സ്ഥാനങ്ങളിൽ യഹോവ എന്ന പദം ആയിരിക്കും. ഇംഗ്ലീഷിൽ ദ ലോർഡ് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം യഹോവ എന്ന പദം ആയിരിക്കും. ഏറ്റവും ശരിയായിട്ടുള്ളത് യാഹ്വേ, യാഹ്വേ. ഈ ഇംഗ്ലീഷ് സാഹിത്യമേ ഒരു പ്രപഞ്ച സാഹിത്യമായി ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് എല്ലാ മതക്കാരും അവരവരുടെ നേതാക്കന്മാരെയും സ്ഥാപകരെയും ഒക്കെ ദ ലോർഡ് എന്ന് വിളിക്കാറുണ്ട്, ലോർഡ് എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. കോർട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, മൈ ലോർഡ്. ജഡ്ജിമാരെയൊക്കെ അതിന് ഉന്നതന്മാരെയൊക്കെ വലിയ നേതാക്കന്മാരെയൊക്കെ അങ്ങനെ അത് ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് വന്നതുകൊണ്ടൊക്കെ വന്ന പ്രശ്നമാണ്. പക്ഷേ ഈ യാഹ്വേ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഒരർത്ഥമുണ്ട്. അവരൊക്കെ ഈ വിളിക്കുന്നവരാരും ലോർഡ് അല്ല, അവർ വെറും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യരാണ്. പക്ഷെ യഹോവയായ ദൈവം അങ്ങനെയല്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. എഴുതിക്കൂ. യഹോവ എന്ന് പറഞ്ഞാൽ, യഹോവ അല്ലെങ്കിൽ യാഹ്വേ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിൻ ദൈവം എന്നാണ് പൂർണ്ണമായ അർത്ഥം. പാസ്റ്റർ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നൊരു അർത്ഥം വരുന്നുണ്ടോ അതിന്, യാഹ്വേക്ക്? അതെ അതെ, ഇപ്പൊ നമുക്ക് എഴുതാം. എഴുതുന്നുണ്ടോ? വരുന്നു. ഈ സീനായ് മലയിൽ ദൈവം ഇറങ്ങി വന്ന് വെളിപ്പെട്ടത് മുതൽ ഇസ്രായേലിൽ ഈ യാഹ്വേ എന്ന നാമം വളരെ പ്രബലമായി തുടങ്ങിയായിരുന്നു. അതിനുശേഷം അത് അവരുടെ ഇടയിലേക്ക് വന്നത്. ഇനി ബെൻസിസ്റ്റ് ചോദിച്ചതിന്റെ ഉത്തരമാണ് ഇതിനകത്ത് ഈ യാഹ്വേ എന്ന് പറയുമ്പോൾ അതിന്റെ 3 അർത്ഥങ്ങള്, ഭാവങ്ങളും കൂടെ നമ്മൾ എഴുതണം. ഒന്ന്, സ്വയാസ്തിത്വം. എഴുതിക്കും. സെൽഫ് എക്സിസ്റ്റൻസ്. സെൽഫ് എക്സിസ്റ്റൻസ് 1, സ്വയാസ്തിത്വം. ഞാൻ എന്ന് സ്വയം പറയുവാൻ പറ്റുന്ന ദൈവം. ഞാൻ എന്ന് സ്വയമായി പറയാൻ പറ്റുന്ന ദൈവം യഹോവ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ന് സ്വയമായി പറയുവാൻ സാധിക്കുന്ന ദൈവം. എഴുതിയോ? യാതൊരു സൃഷ്ടിക്കും അത് പറയുവാൻ സാധിക്കുകയില്ല. ഈ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ സൃഷ്ടികളോ മനുഷ്യരോ ഒക്കെ പറഞ്ഞു തീരും മുമ്പേ തന്നെ അത് നിർത്തേണ്ടി വരും, അല്ലേ? നെബൂഖദ്നേസർ പറഞ്ഞു, ഇത് ഞാൻ എന്റെ പ്രതാപ മഹത്വത്തിനായി ഉണ്ടാക്കിയ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നതിന് മുമ്പേ ദൈവത്തിന്റെ കോപം വീണു, അവൻ കാട്ടിലെ മൃഗത്തിന് തുല്യനായി തീർന്നു. ഹെറോദാവ് പറഞ്ഞു, ഞാൻ താഴെ വീണു ഉടനെ. ഞാൻ എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് സ്വയാസ്തിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, സ്വയം മതിയായവൻ. സെൽഫ് സഫിഷ്യന്റ് 1, സ്വയം മതിയായവൻ. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു, അതാണ് അതിന്റെ അർത്ഥം. സ്വയം മതിയായവൻ. ഓക്കെ. മറ്റാരെയും കൂടാതെ തനിയെ എല്ലാം കഴിയുന്നവൻ എന്നർത്ഥം. മറ്റാരുടെയും സഹായം കൂടാതെ എന്തും ചെയ്യാൻ കഴിയുന്ന ദൈവം ആണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. സെൽഫ്. അതാ
സെൽഫ് സ്റ്റാൻഡിങ് എല്ലാത്തിലും. അപ്പൊ യാഹ്വേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥവും കൂടെ അതിനുണ്ട്. ഞാനാകുന്നവൻ, ഞാനാകുന്നു, മറ്റാരുടെയും സഹായം കൂടാതെ സകലവും ചെയ്യാൻ കഴിയുന്നവൻ, സ്വയം മതിയായവൻ. ഓക്കെ, സെൽഫ് സഫിഷ്യന്റ് വൺ. 3, മാറ്റമില്ലാത്തവൻ. ഇതും യാഹ്വേ, യഹോവേ എന്ന പേരിന്റെ അർത്ഥത്തിൽ വരുന്നതാണ്. മാറ്റമില്ലാത്തവൻ, ഇമ്മ്യൂട്ടബിൾ വൺ. ഇമ്മ്യൂട്ടബിൾ വൺ, മാറ്റമില്ലാത്തവൻ. കാലങ്ങൾ കൊണ്ടോ സന്ദർഭങ്ങൾ കൊണ്ടോ മാറ്റമുണ്ടാകാത്തവൻ എന്ന് സൂചന. കാലങ്ങൾ കൊണ്ടോ സന്ദർഭങ്ങൾ കൊണ്ടോ മാറ്റമുണ്ടാകാത്തവൻ എന്ന സൂചന. ഇമ്മ്യൂട്ടബിൾ, മാറ്റമില്ലാത്തവൻ. അതും യഹോവേ, യാഹ്വേ എന്നുള്ളത്. തലമുറകൾക്ക് ദയ കാണിക്കുന്നവൻ, ശക്തി പകരുന്നവൻ. ശക്തി ഒരിക്കലും കുറയാത്തവൻ. കരം കുറുകിപ്പോകുന്നില്ല. സൃഷ്ടിപ്പിലും സംരക്ഷണയിലും ശക്തൻ. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ലാസ്റ്റിൽ എന്താ പറഞ്ഞ? ഏതാണ് ഉദ്ദേശിക്കുന്നത്? തലമുറകൾക്ക് ദയ കാണിക്കുന്നവനാണോ? അല്ല, കരം പോകാത്തവൻ. അതിന് ശേഷം കരം കുറുകി പോകുന്നില്ല. സൃഷ്ടിപ്പിലും സംരക്ഷണയിലും ശക്തൻ. ക്രിയേഷൻ, സൃഷ്ടിപ്പിലും സംരക്ഷണയിലും, സംരക്ഷിക്കുന്നതിലും ശക്തൻ. ഇത് ഈ യാഹ്വേ എന്ന പേരിൽ ഉൾപ്പെട്ടിരിക്കുന്ന, അതിനോട് ചേർന്ന് വരുന്ന പേരുകളാണ്. ഈ വിധത്തിലൊക്കെ ദൈവം ഓരോ സന്ദർഭങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ യാഹ്വേ ചേർന്നുള്ള സംഘടിത നാമങ്ങൾ പിന്നീട് പഠിക്കും. ആ സമയത്തൊക്കെ ദൈവം ഓരോ സ്വഭാവത്തിൽ വെളിപ്പെട്ട് വന്നതിന്റെ റെഫറൻസ് കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി തീരും. ഓക്കെ, 9:30 ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് ഒന്ന് പഠിച്ചിട്ട് വരണം. ഈ പ്രധാനപ്പെട്ട പേരുകൾ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ. അപ്പൊ അതൊന്ന് ബൈഹാർട്ടാക്കുക, ഹൃദയത്തിൽ